ഹലോ ഓൾ അസ്സലാമു അലൈക്കും. 4 ഇയർ ഗേളിൻ്റെ ഫ്രോക്കാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ബോഡി പാർട്ടാണ് ചെയ്തെടുക്കുന്നത്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ്. സീം അലവൻസോട് കൂടിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത്. ഷോൾഡർ 5 ഇഞ്ച്, ആം ഹോളും 5 ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കുക. അടുത്തതായിട്ട് ചെസ്റ്റ് 6 പ്ലസ് 1.5, വേസ്റ്റും 6 തന്നെയാണ് എടുത്തിട്ടുള്ളത്. സീം അലവൻസും ആഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക. ഇനി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നെക്ക് വൈഡ് 2 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് ഫ്രണ്ട് 4 ഇഞ്ചും ബാക്ക് 2.5 മാർക്ക് ചെയ്തെടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുക. ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സ്കേർട്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 ഫോൾഡായിട്ട് ക്ലോത്ത് മടക്കി വെച്ചതാണ്. ഇതിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ചും വിഡ്ത്ത് 14 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് 4 ഫോൾഡായിട്ട് ക്ലോത്ത് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് 7 ഇഞ്ചും മിഡ് പോയിൻറ്റ് 2.5 ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. താഴ്ഭാഗവും 7 ഇഞ്ച് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്തിട്ടെടുക്കാം. സ്ലീവ് താഴ്ഭാഗം മടക്കി തയ്ക്കുക. എന്നിട്ട് താഴെ നിന്നും മുകളിലേക്കായിട്ട് ഒരു 1.5 മാർക്ക് ചെയ്യാം. നമ്മളിതാ തയ്ച്ച് കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അടുത്തതായി ഫ്രണ്ട് ഭാഗത്ത് മാത്രം ആയിട്ട് കോളർ വെക്കാനുള്ള ക്ലോത്ത് വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് 4 ഫോൾഡായിട്ട് മടക്കി നമ്മൾ ഫ്രണ്ട് നെക്ക് അതുപോലെ കട്ട് ചെയ്ത് അതുപോലെ വെച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട്
3 ഇഞ്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുത്ത് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. താഴ് ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡിൽ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് അളവ് എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. അതിൻ്റെ ഡബിളായിട്ടുള്ള 18 ഇഞ്ച് നമുക്ക് വേറൊരു ക്ലോത്തിൽ മാർക്ക് ചെയ്തെടുക്കാം. 2 ഇഞ്ച് ഇതിൻ്റെ വിടുത്ത് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കോട്ടൻ്റെ പീസാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് റൗണ്ടിൽ ചെറിയ പ്ലീറ്റ് ഇട്ട് പിടിപ്പിക്കുകയാണ് വേണ്ടത്. രണ്ട് വശവും ഇങ്ങനെ ചെയ്തെടുക്കുക. ഈ കുറച്ച് ഭാഗം നമ്മൾ ഇതൊന്ന് വിട്ടിട്ടുണ്ട്, അത് നമുക്ക് കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ്. എന്നിട്ട് ഇത് മുകളിൽ വെച്ചിട്ട് ഈ രൂപത്തിൽ ഇത് കൂട്ടി അടിച്ചെടുത്തിട്ട് മറച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ ബോഡി പാർട്ടിലേക്ക് വെച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കുക. ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് അടിച്ച് മറക്കുകയാണ് വേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോളറിൻ്റെ മുകളിലായിട്ട് അടി വരരുത്. ക്രോസ് പീസ് വെച്ചിട്ട് കോളർ ഇങ്ങനെ ആക്കി വെച്ചിട്ട് വേണം നെക്ക് അടിച്ചെടുക്കാൻ. നെക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളിലാക്കിയിട്ടാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് പാർട്ടാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ബാക്കിൽ ചെറിയൊരു ഓപ്പൺ കൊടുക്കാം. ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് വേണ്ടത്. ബാക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ച് ഷോൾഡർ ഇതിൽ കാണുന്ന രൂപത്തിൽ കൂട്ടി യോജിപ്പിക്കുക. അടുത്തതായി സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആ ബ്ലാക്ക് പീസിൻ്റെ പ്ലീറ്റ് ഇട്ട ഭാഗം നമ്മൾ അതിൽ ഉള്ളിൽ പെടാതെ ആക്കിയിട്ട് വേണം സ്ലീവ് ചെയ്തെടുക്കാൻ.
2 3 പ്ലീറ്റ് സെൻറ്റർ ഭാഗത്ത് കൊടുത്ത് ബാക്കി ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിൻ്റെ ബോഡി പാർട്ടിൻ്റെ സൈഡ് ഭാഗം കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിൽ കെട്ടാൻ ബോ റെഡിയാക്കണം. ബോയുടെ ലെങ്ത്ത് 20 വിഡ്ത്ത് 4.5 ഇഞ്ചും ആണ്. അങ്ങനത്തെ 2 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഒപ്പം വെച്ച് മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെയും സൈഡ് ഇതിൽ കാണുന്ന രൂപത്തിൽ അടിച്ചെടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തതായി ഇതിൻ്റെ സൈഡ് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ബോ രണ്ടും വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. എന്നിട്ട് വേണം സൈഡ് കൂട്ടി യോജിപ്പിക്കാൻ. ഇതിലേക്കുള്ളൊരു ബോ ചെയ്തെടുത്തിട്ടുള്ളത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ബോഡി പാർട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്കേർട്ട് പാർട്ടാണ് ചെയ്തെടുക്കേണ്ടത്. സ്കേർട്ടിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള പീസിൻ്റെ തായ് ഭാഗം മടക്കി തയ്ക്കുകയും ഇതിൻ്റെ സൈഡ് വശം കൂട്ടി യോജിപ്പിക്കുകയും വേണം. നമ്മൾ റൗണ്ടിലാണ് പ്ലീറ്റ് ചെയ്ത് എടുക്കുന്നത്. ബോഡി പാർട്ടും നമ്മൾ തയ്ച്ച് വെച്ചതിൻ്റെ സൈഡും ബോഡി പാർട്ടിൻ്റെ സൈഡും ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരുപോലെ പ്ലീറ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. പ്ലീറ്റൊക്കെ ഇട്ടിട്ട് ഫ്രോക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാ ഫ്രോക്ക് റെഡിയായി. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും.